ഫ്ലവേഴ്സ് ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടുകൂടി വെൽക്കം പ്രജോദ് ചേട്ടാ, രാജൻ ചേട്ടാ, നസീറിക്ക. നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവാണ്. അതേപോലെ ചിരിക്കുന്നു, തകർക്കുന്നു. അടുത്തൊരു 1 മണിക്കൂർ നമ്മൾ ഓക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ കുമരകത്തെ കലാകാരന്മാരുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ടീം എസ് വരുന്നു. അപ്പൊ ലെറ്റ്സ് വെൽക്കം സെൽവരാജ്, സൂര്യശ്രീ ആൻഡ് ശ്യാം. മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തരുത്. ഞാൻ ഇനി ആ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങളുടെ അസുഖം ഞാൻ ഇന്നത്തോടെ ഞാൻ മാറ്റി തരുന്നുണ്ട്, നോക്കിക്കൂ. അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടെയാണ് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്ന് പറയൂ, എന്താണ്? ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. OP ടിക്കറ്റ് എടുത്തായിരുന്നോ? അയ്യോ ഇല്ല. ഡോക്ടറിനുള്ള ഫീസ് 250 അടച്ചായിരുന്നോ കാണാനുള്ള? ഇല്ല. അപ്പൊ റേഷൻ കാർഡ് എടുത്തിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഞാൻ തരൂ. അപ്പോ നമുക്ക് 4 കിലോ ചുമന്ന അരി ഇന്നലെ എക്സ്ട്രാ തന്നായിരുന്നു. പിന്നെ ഇപ്പൊ വെള്ള അരി കിട്ടുന്ന കാര്യം പാടാണ്. അല്ല സാർ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? പിന്നെ ഇതല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യണ്ടേ? ഡോക്ടറെ കാണണമെങ്കിൽ OP ടിക്കറ്റ് എടുക്കണ്ടേ? അല്ലെങ്കിൽ റേഷൻ മേടിക്കാൻ വരുന്നതാണെങ്കിൽ എങ്ങനെ വന്നാല്? അല്ല സാറേ, ഇത് പൈസ. ആയിക്കോട്ടെ, പറയൂ. കാര്യം എന്നെ മനസ്സിലായില്ലയോ? ഇല്ല. ഞാൻ രഞ്ജൻ ചിഞ്ചു. രാവിലെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വന്നിരുന്ന് ചൈന ഭാഷ പറഞ്ഞു കളിക്കാം. വ്യക്തമായിട്ട് പറയൂ, നിങ്ങൾ ആരാണെന്ന്. ഞാൻ ചിഞ്ചു, എന്റെ ഭർത്താവ് രഞ്ജു. ഓക്കെ. ഞാൻ എന്റെ ഭർത്താവിന്റെ അസുഖത്തിന് വേണ്ടി ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് പ്രകാരം എന്റെ ഭർത്താവിനെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഗുളിക കൊടുത്തു. അതിനു വേണ്ടി ഒരു വാട്ടർ ടാങ്കും വാങ്ങിച്ചിട്ടുണ്ട്. ഭർത്താവിനെ വെള്ളത്തിലിട്ടിട്ട് ഗുളിക കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഭർത്താവിനെ എടുത്ത് വെള്ളത്തിൽ ഇടാൻ വേണ്ടിട്ട് ഒരു ടാങ്ക് മേടിച്ചേക്കുന്ന സ്ത്രീയ ഞാൻ ഇതാണോ പറഞ്ഞത്? ഒരു ഗുളിക എടുത്ത് വെള്ളത്തിട്ട് ഭർത്താവിന് കൊടുക്കാൻ പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിനെ എടുത്ത് ടാങ്കിലിടാൻ പോകുന്നു. എന്താ സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ഈ പുള്ളിക്ക് എന്തായിരുന്നു അസുഖം പറയൂ. സാറിനറിയാലോ, ഞാൻ പകല് മൊത്തം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് വീട്ടിൽ കിടന്നങ്ങ് ഉറങ്ങും. ഞാനാണോ ക്ഷീണിപ്പിക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് പരാതി പറയുന്നത് എന്തിന്? നിങ്ങളെ കാര്യം പറയൂ, എന്താ അസുഖം? അതല്ലെന്ന്. ഞാൻ രാത്രി ഈ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോ എന്റെ ഭർത്താവ് എന്റെ സാരി ഉടുത്തോണ്ട് ഒരു മൂലയ്ക്ക് പോയി നിന്ന് ആരും കാണാതെ ഡാൻസ് കളിക്കുന്നു. ഒരു മൂലയ്ക്ക് ഡാൻസ് കളിക്കുന്നു. സാറേ, ഇതിനൊക്കെ നമ്മൾ എന്തോ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഇതിന് പറയാൻ പറ്റിയ ഒറ്റ പേരേ ഉള്ളൂ. ഇത് ഐറ്റം വന്നിട്ടുണ്ട് സാറേ. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഡോക്ടറെ കാണാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. അപ്പോഴൊന്നും സാർ ഇവിടെ ഇല്ല. വെള്ളിയാഴ്ച വാ. ഇത് തന്നെ കഴിഞ്ഞ 4 വെള്ളിയാഴ്ച സാറ് പറഞ്ഞത്. ഇതിപ്പോ 5ാമത്തെ വെള്ളിയാഴ്ചയാ. എന്നാ പുള്ളിയെ വിളിക്കട്ടെ. രഞ്ജു ചേട്ടാ വാ. സാറേ, ഈ മെമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. മെമ്പറാ? അതായത് നമ്മൾ ഇളംകുളം പഞ്ചായത്തിൽ റോഡ് മൊത്തം മോശമാണ്. അതിനൊരു നിവേദനം തരാൻ വേണ്ടിയാണ് ഞാൻ സാറിനെ കാണാൻ വന്നത്. ചെഞ്ചു, നല്ല കടുപ്പമുണ്ട്. നമുക്ക് ഡിസംബർ മാസമാണ്. വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങരുത്. ഉച്ചിയിൽ മഞ്ഞടിച്ചാ കൊണ്ടളവും. മനസ്സിലായോ? കാരണം ഈ സാരി കൊടുത്ത് വന്ന് ഈ കഥ പറയണമെങ്കിൽ പുള്ളി എങ്ങനെയുള്ള ആളായിരിക്കണം. ബാക്കി പറയൂ നിങ്ങൾ പറയൂ. ഈ രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കിയത് എന്തുകൊണ്ട്? എനിക്ക് അതുമായിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്റെ അടുത്ത് ചോദിക്കരുത്. നമ്മുടെ സർക്കാർ വെള്ളക്കിറ്റ് തരുമ്പോൾ അല്ല കടൽ എന്ന് സാറേ വേവത്തത്? സാർ പറയണം. സാർ ഇതിന് മറുപടി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവും. സാറേ ശരിയാക്കാം. ഹലോ, KCB അല്ലേ? നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു ട്രാൻസ്ഫോമർ കൊടുക്കുന്നതിന് അല്ല, ഇവിടുത്തെ കറണ്ട് മതിയാവില്ല. ഒരു ട്രാൻസ്ഫോമർ ഒരു കുടുംബത്തിന് കൊടുക്കണം. ഭാര്യയ്ക്ക് ഈ ഇളവുന്നത് അനുസരിച്ച് കറണ്ട് അടുപ്പിക്കാനാണ് ഭർത്താവിന്. അതല്ല മൂലമറ്റത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടോ? ഇതെല്ലാം ചെയ്യുന്നോണ്ട് പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കേരളം ഇരുട്ടിലാവരുത്. അത് നിങ്ങൾ വിളിക്കാം. ശരിയാക്കി തരാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറേ, ഇത് മാത്രമല്ലെന്ന്. എന്താണ് ഈ പുള്ളിക്കാരൻ പറയുന്നതിനൊക്കെ നമ്മൾ ശരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൈ പിടിച്ച് കടിക്കും. കടിയുണ്ടല്ലേ? ഇതിനുള്ള മരുന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. അതായത് ഈ പാവം പിടിച്ച കലാകാരന്മാര് ഓരോ കോമഡി ഷോകൾ അവതരിപ്പിക്കുമ്പോൾ അത് ഈ പുള്ളിയെ കാണിക്കണം, മൊബൈലിൽ കാണിക്കണം. എന്നിട്ട് പുള്ളിയെ കൊണ്ട് തന്നെ കമന്റ് ഇടിക്കണം. നീയൊക്കെ ചളിയടിക്കാതെ വല്ല കിളയ്ക്കാനും പോടാ, നീയൊക്കെ എങ്ങോട്ടെങ്കിലും പൊക്കൂടെ, മറ്റവരെ കണ്ടുപടി,
മറിച്ചവരെ കണ്ടുപടി. ഇങ്ങനെയുള്ള കമന്റ് ഇടിയിക്കുമ്പോ ഇയാളെ കടി മാറും കേട്ടോ. എന്റെ ചേട്ടൻ ഇതല്ലാതെ വേറെ കുറെ തിരക്കുള്ള മനുഷ്യനായത്. ദിനചര്യകൾ എന്തൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. ഇങ്ങോട്ട് വരൂ, നിങ്ങളെ ബാക്ക് പിടിക്കല്ല ദേവി. സാറേ ആ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല സാറേ. പിന്നെ എങ്ങനെയാണ്? ഞാൻ രാവിലെ പത്രം ഇടാൻ പോകും. അതിലൊരു പുതുമയുണ്ട് കേട്ടോ. കാരണം സാധാരണ പാതിരാത്രിയാണല്ലോ എല്ലാരും പത്രം ഇടാൻ പോകുന്നത്. അതല്ല സാറേ, ഈ പത്രം ഇടാൻ പോയിട്ട് ഞാൻ പാല് കൊടുക്കാൻ പോകും. ഓക്കെ. അത് കഴിഞ്ഞ് റബ്ബർ വെട്ടാനും പോകും. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കിങ്ങിണി ബസ്സില്ലേ, അതിൽ കിളിയാക്കി പോകും. എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 9:30 മണിയാവും. ഓക്കെ. വീട്ടിലെ പാത്രങ്ങളെല്ലാം ഞാൻ കഴിവെക്കും. തുണി കഴിവെക്കും. ആഹാരം പാകം ചെയ്യും. ഞാൻ ഉറങ്ങാൻ നേരത്തെ 11:30-12 മണിയാവും സാറേ. പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കിങ്ങിണി ബസ് ഒതുക്കിയിട്ട് നിങ്ങൾ ഒതുക്കുമ്പോ 11:30-12 മണി അല്ലേ? അപ്പൊ ഭാര്യയ്ക്ക് കൊളസ്ട്രോൾ കാണുമല്ലോ. അയ്യോ, സാറിന് എങ്ങനെ അറിയാം? പിന്നെ വീട്ടിലെ പണിയല്ലോ ഭർത്താവ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കൊളസ്ട്രോൾ വരില്ലേ? അതെന്താവും ഇല്ലേ? സാർ ഇത് എന്ത് പ്രശ്നമോ സാർ? ഇത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ട്രംബോട്ടീണോ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. മനസ്സിലായില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തിക്കട വിടൽ അഥവാ പിരിവെട്ടൽ. ഒരുപാട് ജോലികൾ ഒരു മനുഷ്യന്റെ തലയിലേക്ക് ബ്രെയിനിലേക്ക് എത്തുമ്പോ അവന്റെ പ്ലീന വഴി ഇത് സഞ്ചരിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇത് മാറ്റാൻ പറ്റുമോ സാർ? മാറ്റാൻ പറ്റും. എനിക്ക് നിങ്ങളുടെ ചരിത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? അതായത് എന്റെ കുടുംബം എന്ന് പറയുന്നത് 45 പേരടങ്ങുന്ന കുടുംബമാണ്. ഒരു ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്റെ അച്ചാച്ചന് പെൻഷൻ കിട്ടി. ആണോ? ആ സന്തോഷത്തിൽ വീട്ടിലുള്ള കൊച്ചുങ്ങൾക്കെല്ലാം അച്ചാച്ചൻ ഹൈഡ്രജൻ ബലൂൺ മേടിച്ചു കൊടുത്തു. അടിപൊളി. പിള്ളേർ വൈകുന്നേരം ആയപ്പോഴത്തെ അച്ചാച്ചൻ കിടന്നുറങ്ങിയപ്പോ കട്ടിലെല്ലാം ബലൂൺ കൊണ്ട് കെട്ടി. എന്നിട്ടെന്തോന്ന് അച്ചാച്ച ആകാശക്കട്ടിൽ ഇപ്പൊ ആസാമിലെത്തി പറന്നുപോയല്ലേ. നല്ല ചരിത്രമുള്ള ഒരു കുടുംബമാണ് രഞ്ജന്റെ കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെയാണെന്നൊന്ന് പറയാവോ? അയ്യോ, ഞാൻ ചേട്ടന്റെ ഡുമ്മറു ടുപ്പറ് കണ്ടു കെട്ടിയതാ. കേരളമേ, ഇത് എങ്ങോട്ടാണ് നിന്റെ പോക്ക? ഒരു സ്ത്രീയ ഒരു മനുഷ്യന്റെ ഒരു ആൺചെറുക്കന്റെ മീശ കണ്ട് ഇഷ്ടപ്പെട്ടു, താടി കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ ഡുമ്മറ ടൊപ്പറോ കണ്ട ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അല്ലേ? സാറ് ഡുമ്മറു ടുപ്പറു റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം, ഞാനും ഡുമ്മറു ടുപ്പറു ചെയ്യുന്ന ആളല്ലേ. അത് നമ്മൾ ചെയ്തിട്ട് ആരെങ്കിലും നമ്മളെ മൈൻഡ് ചെയ്തോ? സാർ എന്റെ ചേട്ടന്റെ അട്ടക്കടി പൊട്ടക്കുളം കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എവിടോ തന്റെ അട്ടക്കടി പൊട്ടക്കുളമൊക്കെ ഈ ദേഹത്തുണ്ടോ? എന്താ സംഭവം? എന്താ റീൽസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒന്ന് കാണിച്ചു കൊടുത്തേ. സാറേ, എങ്ങനെ ഉണ്ട് സാറേ എന്റെ അട്ടക്കടി പൊട്ടക്കുളം? കുളം കലങ്ങി കിടക്കുകയാണ്. എന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? സംഭവം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ശരി, പിന്നെ നിങ്ങള് സ്പോർട്സിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഉദാഹരണത്തിന് നമ്മൾ ഈ ഡാൻസും പാട്ടൊന്നും അല്ല സ്പോർട്സിൽ. ഞാൻ കൊച്ചിലെ PT ഉഷയായിട്ട് ഓട്ട മത്സരം നടത്തിയ ഒരാളാണ്. പിന്നെ അമ്മ എനിക്ക് മത്സരിക്കാൻ നിൽക്കുന്നത് PT ഉഷയും ടെൻഷനുണ്ട്. അപ്പൊ ഞാൻ എന്റെ ആശാന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എങ്ങനെ മത്സരിക്കും. അപ്പൊ ആശാൻ പറഞ്ഞു 1 ലക്ഷം രൂപയാ പ്രൈസ്, കണ്ണു അടച്ച് ഓടിക്കോളാം. ഞാൻ കണ്ണു അടച്ച് ഒരു ഒറ്റ ഓട്ടം ഓടി. അപ്പൊ 1 സമ്മാനം സാറിന് കിട്ടി കാണും. ഇല്ല, സർക്കാരിന് പുതിയ ബസ് റൂട്ട് കിട്ടി. കല്ലമ്പലം വർക്കല പൊന്മുടി ബസ് റൂട്ട്. കാരണം തിക്കട വിട്ടുള്ള ഓട്ടോ അല്ലേ, എങ്ങോട്ട് ഓടിയെന്നാ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റും. സാർ നമ്മൾ ഇങ്ങനെ ഇന്ന് സംസാരിച്ചോണ്ടിരുന്നാ നമുക്ക് ഇതൊന്നും നടക്കത്തില്ല. സാർ ചികിത്സ അങ്ങ് തുടങ്ങാമെങ്കിൽ എങ്കിൽ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്താലോ? ശ്രദ്ധിക്കണം കേട്ടോ. ഇരിക്കും സാറേ. അമേരിക്ക, അന്റാർട്ടിക്ക, ദക്ഷിണാഫ്രിക്ക. ചികിത്സയുടെ കാര്യമല്ലോ. ചികിത്സക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കുവാണോ സാറേ? അല്ലെന്ന് ഞാനേ ഒരു BP-യുടെ ഗുളിക ഇതിൽ ഏതോ ഒരു രാജ്യത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു. അത് കറക്റ്റ് സമയത്ത് നമ്മൾ എടുത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം BP എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇത് അടുത്ത സ്ഥലത്തുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഞാൻ ദക്ഷിണാഫ്രിക്ക വരെ പോയി. അപ്പൊ നമുക്ക് തുടങ്ങാം, ചികിത്സ തുടങ്ങാം. ശ്രദ്ധിക്കണം കേട്ടോ മീശസാരി. അതായത് ഇതെന്താണ് വായിക്കോ? മനസ്സ്. മനസ്സായിരുന്ന കുറെ നാള് കൊണ്ട് പൊടിയടിച്ച് ഇത് ഇവിടെ കിടക്കുന്നു. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സന്തോഷം 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 സന്തോഷം.
അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാമപ്പ ഉണ്ടോ? ആ മാമിയുടെ കൂടെ ഉണ്ട്. ആര്? മാമനൊപ്പം ഉണ്ടോന്ന് ചോദിച്ചു. മാമനൊപ്പം ഉണ്ടോന്നല്ല, വാമപ്പുണ്ടോ, വ്യായാമമുണ്ടോ രണ്ടുപേർക്കും? ഇല്ല. ഇല്ല, വ്യായാമമില്ല അല്ലേ? ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കോ. ഞാനാ ഹിപ്നോട്ടിസിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങാൻ പറ്റില്ല സാറേ. എവിടെ സാറിന്റെ അടുത്ത് നിർത്തിയിട്ട് ഞാൻ അങ്ങനെ അവിടെ ഉറങ്ങുന്നു. അപ്പൊ ഇവന് ഒരു അസുഖവും ഇല്ല. ഇവന് ഞരമ്പിന്റെ എന്തോ അസുഖമേ ഉള്ളൂ, അല്ല വേറൊരു അസുഖമില്ല. നിങ്ങളെ നിർത്തിയിട്ട് സാറേ നോക്കണം സാർ. റങ്ങുകയാണ്, റങ്ങുകയാണ്, റങ്ങുകയാണ്. റങ്ക റക്ക റക്ക റങ്ങ റക്ക. കണ്ട വാക്യൂം ക്ലീനർ വലിക്കുന്ന പോലെ വലിക്കുന്ന കണ്ട. എന്നെ വ്യക്തമായിട്ട് ചെഞ്ചുഞ്ഞു വന്നേ, വ്യക്തമായിട്ട് പറയൂ പുള്ളിക്ക് എന്താ സാറേ അസുഖം? രാത്രിയില് പുള്ളി എന്റെ അടുത്ത് വന്ന് കിടക്കും, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പുള്ളിക്കാരന് ഒരു സംശയമുണ്ട്. പഴയതുപോലെ ഒരു സ്നേഹക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആണല്ലേ? എന്നിട്ട് സാറേ എനിക്കൊരു അസുഖമൊന്നും ഇല്ല, ഈ ചുമ്മാ പറയുന്നതാണ്. ഇയാൾ അസുഖത്തെ കുറിച്ച് അല്ലേ ഒരാളെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പൊ അതിന്റെ ഇടയിൽ താൻ എന്തിനാ എങ്ങനെ സംസാരിക്കുന്നത്? ബാക്കിയുള്ളവരുടെ അസുഖമെങ്കിലും ഒന്ന് മാറട്ടെ. അല്ല, ഞാനാ പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ വന്ന് കിടന്നു. അങ്ങനെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും എനിക്കത് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ശരി, നമുക്ക് പുള്ളിയെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോവാം. കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകാം. കുട്ടിക്കാലത്തേക്ക് പോകാം. കുട്ടിക്കാലത്ത് പോവാ അല്ലേ? ഓക്കെ, കുട്ടിക്കാലത്തേക്ക് പോവാം. ഞങ്ങളെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു സാറേ. ദയവ് ചെയ്ത് ദൃശ്യമാണെങ്കിൽ പറയരുത്. കാരണം ഈ ഫ്ലോറിൽ അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. ഇത് കാലിക്കൊണ്ട് സെപ്റ്റിക് ആയ മുറിയും. ദൃശ്യമാണെങ്കിൽ പറയരുത്. അയ്യോ അതല്ല സാറേ, നമ്മളെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ ഒരു ഷെഡി വന്നു സാറേ. അത് ഈ കാറ്റത്താരാ പറത്തി വിട്ടതായിരിക്കും. നമ്മൾക്ക് പാകമല്ലെങ്കിൽ നമ്മളിത് മൈൻഡ് ചെയ്യരുത്, വിട്ടേക്കണം. അയ്യോ അതൊന്നും അല്ല സാറേ. പിന്നെ കുട്ടിക്കാലത്ത് രാഹുൽ ഷെട്ടി എന്ന് പറഞ്ഞൊരു തെലുങ്കൻ വന്നു സാറേ എന്റെ വീട്ടില്. എങ്ങനെ ഇരിക്കുന്നു ചെഞ്ചു? ആ തെലുങ്ക് എന്നെ തട്ടിക്കൊണ്ടുപോയി സാറേ. തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് മണിച്ചിത്രരാജ് സിനിമയുടെ തെലുങ്ക് വേർഷൻ എന്നെ കാണിച്ചു സാറേ. എന്നിട്ടാ അതിനുശേഷം ശോഭന എന്നെ വിട്ട് പോണില്ല സാറേ. ചെഞ്ചുവിന് മനസ്സിലായോ അസുഖം എന്താന്ന്? എനിക്ക് മനസ്സിലായില്ല. ഒന്നാം തരം ഒരു ശോഭന കൊതിയനാണ് സാരി ഉടുത്ത് നിൽക്കുന്നത്. ഈ കൊതി മാറ്റിയെടുക്കണ്ടേ? കൂടെ നിന്നോളണം. ഗംഗ, നീ എങ്കല് പോകലോ അല്ലിക്കലു ആമരെടുക്കലു പോകലു. നീ പോകലും മാകലോ? പോകലും ആകൂ. നീ പോകലും മാകലോ? പോകലും ആകൂ. നീ പോകലും മാക്കലോ? പോകലും ആകലു. അത്തല പുത്തല കുത്താച്ചിരി പോകലും ആകലു. ഓരത്തത്തെ കുടിച്ച് പോകലും ആകലു. ആകലു ആകലു. ഇതിൽ നിന്ന് ചിഞ്ചുന് എന്തോ മനസ്സിലായി? അല്ല, ഞാൻ തമിഴ് കണ്ടിട്ടില്ല സാറേ. ഞാൻ മലയാളത്തിന് മാത്രം മണിച്ചിരത്താഴെ കണ്ടിട്ടുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. പുള്ളിയുടെ അസുഖത്തിന്റെ കാര്യം എന്താ മനസ്സിലായെന്ന്. ഇത് മാറ്റിയെടുക്കണ്ടേ? മാറ്റിയെടുക്കണം. ഉണരൂ, ഉണരൂ സാരിമീശേ, ഉണരൂ, ഉണരൂ. നല്ലൊരു ഉറക്കം വരുന്നു. എന്തിനാ സാറേ എന്നെ വിളിച്ചു? ഇത് നിങ്ങളുടെ പെണ്ടാട്ടി വീടാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ നിങ്ങൾ ഉണരട്ടെ. ഓക്കെ ആയി കേട്ടോ, ഓക്കെ ആയി. എന്തെങ്കിലും ഇനി കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ വന്നാ മതി. നിങ്ങളുടെ തേജസ്സും ഓജസ്സും ഉള്ള രഞ്ജനെ കൊണ്ടുപോക്കോ. ചേട്ടാ മനസ്സിലായില്ലേ? ചേട്ടനെ ഈ പെണ്ണ് അച്ഛാ, ഈ പെണ്ണ് അച്ഛാ, അച്ഛൻ എന്താ അച്ഛാ ഈ പെണ്ണ് ഏതച്ഛാ? എടോ, ഞാൻ നിങ്ങളുടെ ഭാര്യ, 2 കുട്ടികളുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലയോ? എനിക്ക് അറിഞ്ഞൂടാ. ഡോക്ടറെ, കുറച്ചു മുമ്പേയൊക്കെ എന്നെ മെമ്പർ ആണെന്ന് പറഞ്ഞെങ്കിലും ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ അറിയത്ത പോലും ഇല്ലെന്നാ പറഞ്ഞേക്കാൻ. ഞാൻ നിങ്ങൾക്ക് ഇതിന് പേര് കേസ് കൊടുക്കും. ഞാൻ നോക്കി. നിങ്ങൾ എനിക്കെതിരെ ആക്ഷൻ എടുക്കുന്നതിന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ല. അത് കാര്യം തീർന്നുമ്പോ നിങ്ങൾ അങ്ങനെ ആക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? മാറ്റുമല്ലോ. മിസ്റ്റർ രഞ്ജൻ, നിങ്ങൾ ഉറങ്ങുകയാണ്. വാടക കെട്ടിടത്തിലാണ് ഈ ഹോസ്പിറ്റലിൽ തങ്ങുന്നത്. ദയവ് ചെയ്ത നീ പറയണം, നിന്റെ ഭാര്യയാണെന്ന് പറയണം. ഉറങ്ങുകയാണ്, ഉറങ്ങുകയാണ്. ഞാൻ വേണമെങ്കിൽ നാളെ ആട്ടോ വിളിച്ച് വീട്ടിൽ വന്ന മാപ്പ് പറയാം. ഇപ്പൊ പറ ദേവി, നിങ്ങൾ ഉറങ്ങുകയാണ്. ഇപ്പോഴും അയാൾ പറയുന്നുണ്ടോ സാറേ എന്നെ അറിയത്തില്ലെന്ന്? അവസാന കൈ ഞാൻ നോക്കാൻ പോവുകയാണ്. കൂടെ നിന്നോളൂ. നിതംബ പ്രഹരം. എടാ, കണ്ടാ നിനക്ക് എന്റെ ഭാര്യ തന്നെ സാറേ. സാറേ ഇവള് വീട്ടിൽ ഒരു ജോലിയും ചെയ്യൂല. അതൊരു മലപ്പുറം ഈ വേഷം കെട്ടിയാണ് സാറേ. പണിയെടുത്ത് നാട് ഓടിച്ചു സാറേ. അങ്ങനെയാണ് ഈ വേഷം കെട്ടുന്നത്. നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് ഈ വേഷം കെട്ടിക്കാൻ കാരണം നിങ്ങൾ ആവശ്യമില്ലാത്ത പണി പുള്ളി ഏൽപ്പിച്ചോണ്ടല്ലേ. നിങ്ങളാണ് ഇതിന് എല്ലാത്തിനും കാരണം. നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരിക്കും. ഒരു നിമിഷം. ഹലോ. ഞാൻ വന്നോളാം. ഓ കുഴപ്പമില്ല. ഞാൻ ക്ലിയർ ചെയ്തോളാം.
വെച്ചോ. അയ്യോ ഒന്നും പറയല്ലേ, വെച്ചോ. എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോണം. അതിഞ്ഞെടുത്തേ. അയ്യോ എന്ത് സാർ? ഇത് നൈറ്റ് അല്ലേ സാറേ? ഓ അതെ, ഇതെന്തിനാ ഇത്? ഇതാ നിങ്ങളുടെ ഭർത്താവിന് ഇതല്ലേ വേഷം, എനിക്ക് വീട്ടിൽ ഇതാണ് വേഷം. ജീവിക്കണ്ടേ? ഹാപ്പി ക്രിസ്മസ്. നടക്കട്ടെ കാര്യങ്ങൾ. ടീമേഴ്സിന് ഒരു നല്ല കൈഡി. നൈറ്റ് വരുന്നുണ്ടോ? നല്ല സൗണ്ട് കേട്ടോ. അത് തന്നെയാണ്, ആ സൗണ്ടാണ് ഇതിന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു എന്താ ലക്കി ത്രെഡാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എപ്പോൾ ചെയ്താലും നല്ല രസം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ചിരിക്കാനുള്ളതുണ്ടാകും. ഇതിലും അതുപോലെ തന്നെ 3 പേരും ഗംഭീരമായിരുന്നു. നല്ല സബ്ജക്റ്റാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ സെൽവ, ആ കുട്ടിക്കാലത്തെ ആ സാധനം അവിടെ എന്തായിരുന്നു? അത് കുട്ടിക്കാനം എന്ന് പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യും. 4 പ്രാവശ്യം ചോദിച്ചിട്ട് തലയ്ക്കകത്ത് കയറി ശ്യാമയത്. എന്നാ നമുക്ക് പോകാല്ലേ? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അത് പറയാൻ വേണ്ടിട്ട്? കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാം. കുട്ടിക്കാലത്തേക്ക് നമുക്ക് പോകാം. കുട്ടിക്കാലത്തേക്ക് പോകാം. കുട്ടിക്കാലത്ത് പോവാം അല്ലേ? ഓക്കെ, കുട്ടിക്കാലത്തേക്ക് പോകാം. ഞങ്ങളെ വീട്ടിൽ സാരമില്ല, ചിലത് വിട്ടുപോകും. എന്നിരുന്നാൽ പോലും അതാർക്കും മനസ്സിലായിട്ടില്ല. എങ്കിലും ഗംഭീര സ്കിറ്റായിരുന്നു. ഒരു പുതിയ എന്താണ് ഒരു ശൈലി തന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ശൈലി കൊണ്ടുവന്നു. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ളത് ഗംഭീരമായി, അടിപൊളിയായി. സെൽവ, ഞാൻ ഇത്തവണ ഏറ്റവും അധികം കൈഡി തരുന്നത് സെൽവിന്റെ ടോണിനാണ്. ടോണായിരുന്നു. കാരണം അത് നല്ല രസമുണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരു മോഡുലേഷൻ പിടിച്ച് കാര്യം അങ്ങനെ ഇരുന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വന്നു ശ്യാമിൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധ ശോഭന, അതിലേക്ക് വന്നു. ആ സാധനമൊക്കെ ഉഗ്ര സാധനമാണ്. അതായത് തെലുങ്കിലേക്ക് വന്നുള്ള സാധനങ്ങളും കോമ്പിനേഷൻ പരിപാടികൾ, കൗണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കൗണ്ടറുകളും നല്ല രജിസ്റ്ററായി. എല്ലാ നല്ല കറക്റ്റായിട്ട് പോയി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ശ്യാം, സെൽവൻ, സൂര്യശ്രീ നല്ല സ്കിറ്റാണ്. സെൽവൻ, നിങ്ങളൊരു ഒരു അസാധാരണ ഐറ്റമാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സെൽവൻ സ്കിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊതിയാവും. തെറ്റുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അങ്ങനെയാണ് വേണ്ടത്. നമ്മളിവിടെ ചിലർ നമ്മൾ അവരോട് പറയാറുണ്ട്, തെറ്റി ഉടനെ ഇങ്ങനെ പോയി കഴിയുന്നു. സെൽവന് ഞാൻ ചില സ്ഥലങ്ങളിൽ സെൽവന് ചിരി വന്നിട്ട് സെൽവൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പെണ്ണ് അച്ഛാ, ഈ പെണ്ണ് അച്ഛാ, അച്ഛനാ എന്താ അച്ഛാ, ഈ പെണ്ണ് അച്ഛാ. അവിടെ നിന്ന് നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾക്ക് തെറ്റി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മളും ചിരിക്കുന്നു. അത് നിങ്ങളത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. അത് രസമായിരുന്നു. സെൽവൻ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. 3 പേര് നല്ല രസമായിരുന്നു. ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. എന്നാ പിന്നെ മാർക്സ് ഞാൻ 20 20,000. ആരാണ് അടുത്തത്? ഞാനും അവർക്ക് ഒരു 20,000 കൊടുത്തിരിക്കും. 20. 40 ആയിട്ടുണ്ട്. 40 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചിട്ട് കഥയില്ല. എന്താന്ന് വെച്ചാ ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അടിപൊളി. നിങ്ങൾ ഉഷാറായിട്ട് 60-70 ഒക്കെ വാങ്ങിച്ചിങ്ങനെ പോട്ടെ. ഓക്കെ, ഹാപ്പി ആയാലും. അപ്പൊ കാണാം. ശരി, ഡിങ്ക. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത ഐറ്റം ടീമിനെ വിളിക്കട്ടെ. വേഗം വിളിക്കും. സുധീഷ് ഉണ്ട്, സുമിയുണ്ട്, ബീച്ചേട്ടനുണ്ട്. ലെറ്റ്സ് വെൽക്കം. അപ്പൊ തന്നെ അടുത്ത സൈഡ് കൊളുത്തി പിടിക്കുക. എന്റെ അമ്മോ, സിനിമാക്കാർക്ക് ഇതെങ്ങനെ ഈ പ്രേതങ്ങളെ കൊണ്ട് ചിരിപ്പിക്കുന്നത്? എന്തോ എഫക്റ്റ് ആന്നേ, എന്തോ എക്കോയാ. എനിക്ക് ആ എഫക്റ്റ് ഇട്ടാൽ ഞാൻ എന്തോ ചെയ്യേണ്ടത്? ഇത് വെച്ച് ഞാനൊരു കലക്കും. അയ്യോ, ദിനചര്യകളെല്ലാം മറന്നുപോയി. നമസ്കാരം. പ്രേതഗീതത്തിലേക്ക് എല്ലാ മാന്യ പ്രേതങ്ങൾക്കും സ്വാഗതം. വള്ളക്കടവ് പൊതു ശ്മശാനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രേതങ്ങളായ മഞ്ജു, കുഞ്ചു, സഞ്ജു, രഞ്ജു, ബിഞ്ചു, മുഞ്ചു എന്നിവർ ആവശ്യപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ഗാനം എല്ലാ പ്രേതങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.
വയ്യ സൈഡാവാറായി തോന്നുന്നു. നേരം വെളുത്ത് ഇത്രയും നേരം ഇവിടെ ഓരോ യക്ഷികള് രാവിലെ എഴുന്നിട്ട് പല്ലും രാഗി ചോറ് കുടിക്കാനുള്ള ജോലിക്ക് പോയി. അപ്പോഴും കിടന്നുറങ്ങും അയലത്തെ ഒരു ആത്മാവ്. പറഞ്ഞത് എനിക്ക് എണിക്കണം. അയ്യോ ഞാൻ കേട്ടത് കിണിന്നാണ്. ഇങ്ങോട്ട് വന്നേ. എത്ര നേരമായിട്ട് അലാറം അടിക്കുവാന്ന് അറിയാവോ? അലാറോ? ആ കുറുക്കനെ ഓരിയിട്ടെന്ന്. കുറുക്ക ഊരിയിട്ടാ? എന്നിട്ട് എടുത്തോണ്ട് പോയില്ലേ ഇതുവരെ? എന്തോന്ന് ഊരിയിട്ടത്? യോ കുറുക്കൻ ഓരിയിട്ട്. നമ്മളെ പുതിയ അലാറം. എന്തൊരു ഉറക്കമാണോ നീ? ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോ ഒരുപാട് താമസിച്ചു പോയേ. ഞാൻ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ട്. എന്തുവാ? ഒരു മനുഷ്യൻ എന്റെ പുറകെ ഓടി വന്ന് എന്നെ പേടിപ്പിക്കണു. ആണോ ഉണ്ടോടാ നിനക്ക്? മനുഷ്യന്മാരെ നമ്മളാണ് അങ്ങോട്ട് പേടിപ്പിക്കേണ്ടുന്നത്. അത് പണ്ട്. ഇന്നത്തെ മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങി ചെന്നോട് ഏതൊക്കെ വാക്കിനാണ് അറ്റാക്ക് പറഞ്ഞെന്ന് പറയാൻ പറ്റൂലേ? അത് നീ പറഞ്ഞത് ശരിയാ. 2 ആഴ്ച മുമ്പ് ഈ സിനിമ കണ്ടിട്ട് സെക്കൻഡ് ഷോ കണ്ടിട്ട് റിവ്യൂ പറയുന്ന ഒരു തന്നെ കാട്ടി വെച്ച് ഞാൻ കണ്ടായിരുന്നു. പുറകെ കൂടെ ചെന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചാൻ കൊടുത്ത. അവൻ എന്നോട് ചോദിക്കുക ഇതിനകത്ത് എവിടാടി കോമഡി, ഞങ്ങൾ ചിരിക്കണമായിരിക്കും എന്ന് പറഞ്ഞ് എന്റെ മുഖം പിടിച്ച് പാലം വരത്തെ ഉറച്ചു വിട്ടു. അങ്ങനെയും കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിനോട് പറയണം. ഡ്രാക്കുള കൊച്ചിനോട് അടുത്ത മീറ്റിംഗിൽ നമ്മൾ പറയണം. ഡ്രാക്കുള കൊച്ചിന്റെ അടുത്ത് ചെന്ന് പറയാൻ പറ്റിയ സമയം. എന്താ? നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്തോ എന്റെ പൊന്നെ, ഏതോ ഒരു കുടിയന്റെ ചോര കുടിച്ചോണ്ട് ആ പനയുടെ മുട്ടിൽ 4 കാലും പറഞ്ഞ് കിടക്കുകയായിരുന്നു. കുറുവാ സംഘം വന്നിട്ടേ ഈ തേറ്റപ്പല്ല 2 ഹാക്സാപ്പിള ഇട്ട് അറുത്തെടുത്തോണ്ട് പോയി. ആ മോന്തെ ഒന്ന് കാണണം പറ്റില്ലാത്തത്. ചിരിക്കരുത്. ഒരാടെ വയ്യാതെ നമ്മൾ ചിരിക്കാൻ പാടില്ല. കാണാൻ പോണ്ടേ നമുക്ക് കാണാൻ പോണ്ടേ? പിന്നെ നമ്മൾ വെറും കൈ വീശി എങ്ങനെ പോകും? ഒരു 5-6 തലയോട്ടിയും ഒരു എല്ലുപൊടിയില്ല നമ്മൾ എങ്ങനെ പോകുന്നു? നീ ആണെങ്കിൽ പനയെന്ന് വീണ് നിന്റെ കാലിന്റെ നഖം ഒടിഞ്ഞ് കിടന്നില്ലേ? അപ്പോഴും നിന്റെ ഡ്രാക്കുള അപ്പൂപ്പ എന്താണ് കൈ വീശിയാണ് വന്നത്? 5-6 തലയോട്ടി എല്ലുപൊടിയും ഒക്കെ കൊണ്ട് വന്നില്ലേ? അത് ശരിയാ. അല്ല ഇനിയിപ്പോ ഈ ഡ്രംസ്റ്റേക്ക് പൂവൻ എന്ത് ചെയ്യും? ഡ്രംസ്റ്റേക്ക് 2 വെളുത്തുള്ളി എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നാട്ടുകാർ മുമ്പ് കൂടെ ഇറങ്ങി നടക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ചിരി നിർത്ത. നിന്നെ കണ്ട പാടെ ഒരു കാര്യം ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ച. നീയാണോ എന്റെ കല്ലറയ്ക്ക് ഹോൾ ഇടുന്നത്? നീയാണോ എന്റെ കല്ലറയ്ക്ക് ഹോൾ ഇടുന്നത്? സത്യം പറയാൻ എനിക്ക് അവിടെ ഒരു പ്രൈവസി ഇല്ല. നല്ല രീതിയിൽ ഒന്ന് സാരി മാറാൻ പറ്റുന്നില്ല, പ്രൈവറ്റ് ആയിട്ടൊന്ന് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല, ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെട്ടമടിച്ച് കണ്ണി കയറുക. നീയാണോ ചെയ്യുന്നത്? എന്റെ അമ്മയുടെ ഞാനല്ല. ആ പറയുമ്പോ ആരെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോൾ ഇട്ടവനെ നമുക്ക് പൊക്കണം. പൊക്കി എവിടുന്ന്? നിന്റെ നാട്ടി സിമെന്റിന്റെ പൊടി. ഇത് എന്തിനെന്നറിയോ ഹോൾ ഇട്ടത്? നീ വെളിയിൽ നിന്ന് ചിരിക്കുമ്പോൾ നിനക്ക് ഹോൾ എഫക്റ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ ഹോളുമായി വെളിയിലുള്ളവർക്ക് നല്ലൊരു എഫക്റ്റീവ് ആയി. ആരടാ ഇതൊക്കെ? വണ്ടി ഓടിച്ചു വരുന്ന വഴിയാന്ന് തോന്നുന്നു. ഹായ് ഗേൾ. ആരെങ്കിലും ഹായ് ഹായ് മച്ചാ. ആരാ നിന്റെ അച്ഛൻ? അയ്യോ അച്ഛനല്ല, മച്ചാന്ന് വിളിച്ചതാ. എന്താ മനസ്സിലായില്ല? കല്ലറ അന്വേഷിച്ചു വന്നതാ. ഓ ഗൂഗിൾ മാപ്പ് ചതിച്ചു വിട്ടതാ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അനിയാങ്ങി വാ. നമ്മൾ കോട്ടയത്തു നിന്ന് പോകുമ്പോ കിളിമാനൂര് കഴിഞ്ഞ് കാരേറ്റം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നേരെ കല്ലറ എത്തും. തിരുവനന്തപുരം കല്ലറ അല്ല ചോദിച്ചാൽ. ചത്ത് വന്നാലും ഈ കോമഡിയൊക്കെ ഇപ്പോഴും കൊണ്ടുവന്നല്ലേ? ഞാൻ അതല്ലെന്ന് പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ പുതിയ അഡ്മിഷൻ ആണ്. ഓ അഡ്മിഷൻ ആണ് പുതിയ അഡ്മിഷൻ ആണ്. എന്റെ ഹോൾ ടിക്കറ്റ് എല്ലാം. സീനിയേഴ്സ് അറിയാതെ എന്തോ പുതിയ അഡ്മിഷൻ. അതാണ് സീനിയേഴ്സ് അറിയാതെ ഏത് അഡ്മിഷൻ? നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ അവിടെ നിന്ന് ഒരു പോത്തിൽ ഒരാൾ വന്നു, സ്ഥലമുണ്ട് കേറിക്കോളാൻ പറഞ്ഞ പുള്ളിയുടെ കയറി ഞാൻ ഇവിടം വരെ വന്നു. പുള്ളിയുടെ പേരെന്തോ ബാലൻ മാമൻ. സാധാരണ കാലൻ ഒരാളെ ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മളെ പരിചയപ്പെടുത്തും. അതാണ് ഈ ശ്മിഷ്മിന്റെ ഒരു രീതി. അതെ ശ്മശാനത്തിന്റെ രീതി. ശ്മശാനത്തിന്റെ രീതി. ഞാൻ പുള്ളിയുടെ പോത്തിൽ വന്നല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു ഈസ്റ്ററിന് അറക്കാൻ വേണ്ടി ഈ പോത്തിനെ തരുമെന്ന്. പിണങ്ങിപ്പോയി ദൂരിന്ന് കരയുന്നുണ്ട് അവിടെ നിന്ന്. അയാളെ ഇവിടെ എല്ലാവർക്കും പേടിയാണ്. പേടി വന്നില്ല. എനിക്കൊരു പേടിയില്ല. എനിക്ക് പുള്ളിയുടെ പോകട്ടവ ചിരിയാ വന്നത്. പേടിക്കണം. കാരണം ഇവിടെ തിളക്കുന്ന എണ്ണ ഇട്ട് പൊരിക്കുന്ന ഒരു പരിപാടി. നൂലിന്റെ മണ്ടേ കൂടെ നടത്തും. അടി തീരിട്ടുണ്ട്. പിന്നെ കുത്തുന്ന പാമ്പൊക്കെ ഉണ്ട്. അയ്യോ ഈ ഗെയിം ഒക്കെ എപ്പോഴാ തുടങ്ങുന്നത്? എനിക്ക് അഡ്വഞ്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടമായത്. എപ്പോഴാ തുടങ്ങി? എണ്ണയിലിട്ടാണെങ്കിൽ പൊരിക്കണം. എണ്ണയിലിട്ട് പൊരിക്കുക. എണ്ണയിലിട്ട് പൊരിക്കണം. എടാ അവന് പ്രാന്തടാ കാലന്. ഇവിടെ തലയത്തേക്കാ ഒരാടപ്പം എണ്ണ കിട്ടുന്നില്ല. പിന്നെയാണ് എണ്ണ ഇട്ട് ഇതെന്തോ മുടി ഇവിടെ മുട്ടറ്റം വരെ വേണ്ടേ? അതെ എനിക്ക് ഉച്ചക്ക് ഉറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഞാൻ ഇന്നലെ കല്ലറ കിടന്നുറങ്ങിയ സമയത്ത് എന്റെ കുറച്ചു മുടി കല്ലറയുടെ വെളിയിലായി പോയി. കുറെ വാറ്റുകാരും വന്ന് വാറ്റൂല്ല എന്ന് പറഞ്ഞ് അരിഞ്ഞോണ്ട് പോയി. വൃത്തിയുണ്ടോ? അറിയില്ല. അല്ല എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നെന്ന് വെച്ചാ കടം കയറി ചത്തതാ. അയ്യോ അങ്ങനെ വലിയ വീടൊക്കെ വെച്ച് ലോണൊക്കെ എടുക്കുമ്പോ കടം വരും. അയ്യോ അങ്ങനെയല്ല. അച്ഛന് ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ. അച്ഛൻ്റെ അടുത്ത് എല്ലാ പയ്യന്മാരെ പോലെ ഞാനും കിടന്ന് കരഞ്ഞ് എനിക്കൊരു ബൈക്ക് മേടിച്ചു തന്നു. ഇങ്ങനെ മൂട് പൊങ്ങിയൊരു ബൈക്കില്ലേ, അങ്ങനെ ആ ബൈക്ക് എനിക്ക് അച്ഛൻ മേടിച്ചു തന്നു. അങ്ങനെ ഞാനും എന്റെ ഗേൾ ഫ്രണ്ടും കൂടി നേരെ ഇങ്ങനെ ഹൈവേ കൂടെ പോവാ. അപ്പൊ അവള് പറഞ്ഞ് റീൽസിലിട്ട് റീച്ച് ആക്കി തരാം,
300 സ്പീഡിൽ ഫ്രണ്ട് പോക്കാൻ. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ 300 സ്പീഡിൽ ഫ്രണ്ട് പോക്കി നേരെ ചെന്ന് ഒരു കടയിലും കയറി. അപ്പൊ കടം കേറിയല്ല, കടയിലോട്ട് കേറി വന്നതാണ്. പെട്രോളുള്ള ഒരു കട. പെട്രോൾ പമ്പ്, അതിന്റെ പേര് പോലും അറിഞ്ഞൂടാ. ഒരു ഗ്രാമം മുഴുവൻ കത്തിച്ചിട്ട് വന്ന് നിക്കണ കണ്ട. പക്ഷെ എന്തോ ബൈക്കിന്റെ ഫ്രണ്ട് വെക്കുമ്പോ കൂട്ടുകാരന്മാരെല്ലാം എന്തോ കൈയടിയായിരുന്നറിയാവോ? കൈയടിക്കുന്നുണ്ടോ കൂട്ടുകാര്? ഇപ്പൊ കൈയടിക്കുന്നു കൂട്ടുകാരല്ല, ബന്ധുക്കൾ ചോറും വെച്ചോണ്ട് ഇടക്കിടക്ക് കൈ വന്ന സ്ഥിതിക്ക് ഞാൻ ആദ്യമായിട്ട് വന്ന് കാണുന്ന ആപ്പാക്കൾ നിങ്ങളാണ്. പരിചയപ്പെടാം. പരിചയപ്പെട്. ഫ്ലൂലി നല്ല പേര്. എന്നെ അറിയായിരിക്കും. എനിക്കറിയത്തില്ല ഇയാൾ കാര്യം പറ. ആരാ? സുരേന്ദ്രൻ പ്രേതം ഇടിച്ചക്ക പ്ലാമോട് നെയ്യാറ്റിൻഗ്രാഫിയോ? സുരേന്ദ്രണ്ണ അണ്ണാ, എനിക്ക് അറിയാണത്. എന്നെ അറിയാവോ? എടാ നിന്റെ പേരെന്തോന്ന്? നിർമ്മൽ. ബാക്കി നമ്മൾ രണ്ടുപേരും മെന്റലി. എന്തുവാ? അവൻ മാത്രം നോർമൽ. നോർമൽ അല്ല, നിർമ്മൽ. രവിയണ്ണന്റെ ഊളന്റെ വീട് മോനാണ്. ഊളന്റെ വീട് മോനെന്ന്. അണ്ണന്റെ മരിപ്പിന് ഞാൻ വന്നിട്ടുണ്ട്. എന്റെ മരിപ്പിനാ? പിന്നെ അണ്ണന്റെ തലക്കിലിരുന്ന കരിക്കും തിരിയൊക്കെ എടുത്തോണ്ട് പോയി ഞാനല്ലേ അന്ന്. അതിനു വേണ്ടി വമ്പനൊരു അടി അവിടെ ആരെടുത്തോണ്ട് പോയെന്നറിയാം. നിങ്ങൾക്ക് ഭയങ്കര ദാഷ്ട്യമാണ്. നിർബന്ധം ഊത്തി. അതായത് വെച്ചല്ലേ, കട്ടപ്പനയിലെ മാമൻ വായിക്കിരി ഇടാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾ വാ ഇറുക്കി പിടിച്ചല്ലേ ഇങ്ങനെ. എനിക്ക് അവനെ ഇഷ്ടമില്ല. എന്നെ വീഡിയോയിൽ പഠിപ്പിച്ച അവനാണ്. എന്റെ വായിക്കാത്ത വരി ഇടണ്ട. അതൊക്കെ അണ്ണ എങ്ങനെ വന്നത്? ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടിട്ടേ ഉറങ്ങാൻ കിടക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴത്തേക്ക് വായുമ്പളന്നാണല്ലോ കിടന്നത്, മേളിൽ നിന്നൊരു ഓട് വന്ന് മണ്ടയിൽ അപ്പോഴാണ് അല്ല ആ സമയത്ത് എന്തിനാ കയറി ഉറങ്ങാൻ? എനിക്കൊരു കാമുകയുണ്ട് കേട്ടോ. അപ്പൊ ഈ കാമുകയ്ക്ക് നമ്മൾ ഈ താജ്മഹലില്ലേ അതുപോലൊരു സൗധം പണിത് കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത് ആലോചിച്ചുകൊണ്ട് കിടന്നതാണ് ഞാൻ. എന്റെ ഷാജഹാനെ, നീ ആ സൗധം ഉണ്ടാക്കാൻ വെച്ചിരുന്ന പൈസയെന്ന് 35 രൂപ മേടിച്ച ഓട് മണ്ടയും മുളന്ന് ഇവിടെ വന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ വിവരക്കേടിനാണ് ആദ്യത്തെ നടയടി കിട്ടിയത്. കാലം അടിച്ചെന്നെ. ചേച്ചി എങ്ങനെ വന്നത്? ഞാൻ സ്പ്രേ അടിച്ചു വന്നതാ. സ്പ്രേ അടിച്ചോ? ഈ മൂട്ടയുടെ സ്പ്രേ എടുത്ത് വായിടിച്ച് എങ്ങനെയായാലും. അതെ. വന്നിട്ട് കുറെ നേരം ചായ ഇടണ്ടേ? ചായ കൂടെ ഓടി ചെന്ന് 2 ഓവർ ബ്ലഡ് പിടിച്ചോണ്ടോ ചെറുക്കൻ ചായ ഇട്ട് കൊടുക്കണം. നിനക്ക് ഇത്തിരി അധിക ചെലവ് കൂടുന്നുണ്ട് ഇവിടെ കേട്ടാ. അതെന്തൊരു വർത്തമാനം അത്? ഞാൻ വാങ്ങിച്ചു വെച്ച 3 ഓവർ ബ്ലഡ് എവിടെ? അത് ഷെയ്ക്ക് അടിച്ചു കുടിച്ചു വെച്ചപ്പോ ഷെയ്ക്ക് അടിച്ചു കുടിച്ചെന്ന്. നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഒന്നാ കൊളസ്ട്രോൾ, ഷുഗർ, BP അങ്ങ് മണ്ട കയറി നിൽക്കുകയാണ്. എടാ അളിയ നീ കേൾക്കണോ? ഞാൻ ഈ വയ്യാത്ത ശരീരം വെച്ചോണ്ട് ഒരു പനയുടെ മണ്ടയിൽ വലിഞ്ഞു കയറി. പനയുടെ നടുക്കെത്തിയപ്പോ മേളോട്ട് കയറണോ താഴോട്ട് ഇറങ്ങണോ എന്ന് അറിഞ്ഞൂടാ. ഓം തിരിക്കണ പോലെ ഇരുന്നിട്ട് വെള്ളം വിളിച്ചവള് അറിയാമോ? താഴെ വീണ് നഗോടിഞ്ഞ ഇവളെ ഞാനാണ് ആശുപത്രി നീ അല്ല കൊണ്ടുപോയത്. എന്റെ നീലി അമ്മായിയാ കൊണ്ടുപോയത്. നീലി അമ്മായി എന്ന് പറഞ്ഞ പഴയ കള്ളിക്കാട്ട് നീലിയാ? എന്റെ മൂത്തമ്മായി. എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പൊ പനി പിടിച്ച് കിടപ്പ 2 ദിവസമായി. പനി പിടിച്ചോ? ഇതിന്റെ ഇടയ്ക്ക് അമ്മായിക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ തേയിലത്തോട്ടത്തിൽ കയറിയിട്ട് ആളുകളെ പേടിപ്പിക്കും. അങ്ങനെ തേയിലത്തോട്ടത്തിൽ കയറി ആളുകളെ പേടിച്ച സമയത്ത് അരിക്കൊമ്പം വന്ന് ഫ്രണ്ടിൽ ചാടി പുള്ളിക്കാരി പേടിച്ചു പോയി. 2 ദിവസം കാണാനില്ലായിരുന്നു. പിന്നെ തേയില കൊള്ളുന്ന പെണ്ണുങ്ങളുടെ കൊട്ടക്കത്തുന്ന ആളിനെ കിട്ടിയത്. അതിന്റെ ഇടയിൽ നിന്ന് എടുത്തു. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? എനിക്ക് ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഇവിടുത്തെ പഠിത്തവും ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോ ഞാൻ 2nd ഇയർ പേടിപ്പിക്കുക. ഞാൻ 4ാമത്തെ ഇയർ പേടിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുന്നല്ലേ? അതാ ഇവിടെ പേടിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ പേടിപ്പിക്കാം. അത് കഴിഞ്ഞ നേരെ UK ലോട്ട്. യുണൈറ്റഡ് കിങ്ഡം. ഒരു കിങ്ഡം അല്ല, UK ഉഗ്രം കല്ലറ അതോടങ്ങണം അവിടെ. ചേച്ചി ഇപ്പൊ കിടക്കുന്ന കാര്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിന് മുന്നേ നീ നിന്റെ രജിസ്ട്രേഷൻ കൊണ്ടുപോയി ഓഫീസിൽ കൊടുക്കണം. കൊടുത്തേച്ച് ഇങ്ങോട്ട് വാ. അങ്ങേറ്റത്ത് വലിയ കല്ലറ ഉണ്ടോ? ചീപ്പ് ഉണ്ടാവോ? കെച്ചുവേന കിട്ടും. എനിക്ക് ഈ സാരിയിൽ ഒന്ന് ഡിസൈൻ ചെയ്യാനായിരുന്നു. കാര്യം പറ. പുതിയൊരു പയ്യൻ വന്നേല്ലേ, നമ്മളായിട്ട് എന്തിനാ നമ്മുടെ ഒരു ഇത് കാണിക്കട്ടെ. ശരി, ചെറുക്കൻ ഒരു കല്ലറ റെഡിയാക്കി കൊടുക്കും. കല്ലറ റെഡിയാക്കി കൊടുക്കുന്ന എന്തിനാ? അതേ ഇവിടെ നല്ല ഒന്നാമത്തെ ഒരു കല്ലറ കിടക്കുമല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ചെന്ന് കിടക്കും. നിനക്ക് അവിടെ കല്ലറയല്ലേ? നീ പറഞ്ഞല്ലോ കുറ്റിക്കാട്ടില്ല നിന്റെ താമസം. അവിടെ എന്നെ വിളിച്ചു വരുന്നത് നീയാണ്. എന്റെ കല്ലറ ഞാൻ കൊടുക്കൂല. ഈ കല്ലറ തന്നെ ഞാൻ കൊടുക്കും. നീ തർക്കിക്കാൻ നിൽക്കരുത് സുരേന്ദ്രൻ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മേടെ നീ ചത്തു അല്ലെങ്കിൽ നിന്നെ കൊന്നുകള ഞാൻ. നീ കൊല്ലോടാ. നീ കൊല്ലോ. ഇനി പറയോ? ഞാൻ കാല് പിടിക്കാം. അത് തന്നെ നല്ല ചെറുക്കൻ പറട്ടെ. എന്തിനാ ഞാൻ മാപ്പുറണം? എന്തിനാ എന്തുവാ കരുതി പിടിക്കല്ലേ? എന്തോ പ്രശ്നം? കിടക്കണ കല്ലറയിൽ നിനക്ക് ഇവിടെ സീറ്റ് ഉണ്ടാക്കി വെച്ചേക്കണ അവള്. ഇവിടെ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ളത് എനിക്കാണ്. അപ്പൊ ഇത് നോക്കി നടക്കുന്നത് ഞാനാ. നിനക്ക് ഈ കല്ലറ ഞാൻ തരുന്നു. എന്റെ പൊന്നെ, നീ മനുഷ്യന്മാരായിരുന്നപ്പോഴും നീയൊക്കെ കിടന്ന് ഇതുപോലെ ശല്യം. ആ ചത്ത് വന്നപ്പോ ഇവിടെയും കിടന്ന് സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഒന്നിച്ച് കിടക്കാം. അഹങ്കാരം പറയരുത്. എനിക്ക് വിശാലമായിട്ട് കിടക്കണം. ഇതാണ് ഞാൻ കല്ലറയിൽ ഹോൾ ഇടുന്നത്. കണ്ടല്ലേ വിശാലമായിട്ട് കിടക്കണമെന്ന്.
അഹങ്കാര വർത്തമാനം നീയും പറയുന്നു. അയ്യോ അതല്ലെന്നാ പറഞ്ഞേ, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാമല്ലോ. വേണ്ടല്ലോ ഒലക്കപ്പുറത്തും കിടക്കാം. എന്റെ കല്ലറയിൽ വേണം നിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്താം. പക്ഷെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് അതിൽ തന്നെ കിടക്കാന്ന്. കിടക്കല്ല. ആ ബാ അങ്ങോട്ട്. അല്ല വെറുതെ പോയി കിടക്കുവാണോ? പിന്നെ നേരം വെളുത്തില്ലേ, പറയാനുള്ളത് പറ. നേരം വെളുത്ത് ഗുഡ് മോർണിംഗ്, നമുക്ക് ഗുഡ് നൈറ്റ്. ഞങ്ങൾ കിടക്കാൻ പോകണം. മൂന്നാത്മാക്കൾക്ക് നല്ലൊരു കഴി. ആത്മാക്കളോട് സംസാരിക്കാൻ ഈ ഒരു അവസരം തന്നില്ലെന്ന് പറയരുത്. പ്ലീസ് ഡു ദ നീഡ്ഫുൾ. എന്തായാലും സുമി, സുധീഷ്, ബിജു ഗംഭീര സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. എടുത്തു പറയുന്നത് ഇതിനകത്ത് കൗണ്ടറുകളൊക്കെ എല്ലാം ഫ്രഷ് സാധനങ്ങളായിരുന്നു. അതായത് നമുക്ക് കേട്ട് മറന്നതോ അല്ലെങ്കിൽ പഴയതായ കൗണ്ടറുകളില്ലായിരുന്നു. പിന്നെ അതിൻ്റെ പോസ്റ്റ് പരിപാടികളൊക്കെ രസമായിരുന്നു. ആദ്യത്തെ വാർത്തകൾ കൊള്ളായിരുന്നു. പിന്നെ അതിനുശേഷം വന്നതിന് ശേഷമുള്ള കൗണ്ടറുകളൊക്കെ, നിങ്ങൾ തമ്മിലുള്ള കൗണ്ടറുകളൊക്കെ രസമുണ്ടായിരുന്നു. അധികം ലാഗില്ലാതെ ഉള്ള മീറ്ററുകൾ കൃത്യമായി കളിച്ചു. ഒന്നും ബോറാക്കില്ല. നല്ല വൃത്തിയുള്ള ഒരു സ്കിറ്റ് മനോഹരമായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. മൂന്ന്. താങ്ക് യു പ്രജോദ് ചേട്ടാ. ഷാജൻ ചേട്ടാ. സുമി, സുധീഷ്, ബിജു നല്ല സ്കിറ്റായിരുന്നു. നല്ലൊരു മൂഡുണ്ടായിരുന്നു. സാധാരണ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്കെൽട്ടൺ ഉണ്ടോ, അതിനകത്തൊക്കെ മാറ്റിയിട്ട് വേറൊരു തോട്ടായിരുന്നു. ഒരു ഫ്രഷ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ യക്ഷികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രേതാത്മാക്കളുടെ സ്കിറ്റുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആദ്യം വരുമ്പോൾ മറ്റേ പാട്ടൊക്കെ ഇട്ടായിരിക്കും വരുന്നത്, കുമാരേട്ട എന്നുള്ളൊരു വിളിയും കാര്യങ്ങളും. അതിലോട്ടൊന്നും പോവാതെ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവരിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പോസ്റ്റ് ചെയ്തൊരു സ്കിറ്റായിട്ട് എനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം, അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം ഈ ചിരികൾ പോരാ, ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. കൊള്ളായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സ്കിറ്റ് കാണുമ്പോഴേ ഈ മരിക്കാൻ പേടിയുള്ളവർക്ക് ആ പേടി അങ്ങ് മാറുന്നു. കാരണം മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകുകയല്ലേ. ഈ അടക്കുന്ന സ്ഥലത്ത് കൂട്ടുകാർ വരുന്നു, അറിയാവുന്നവർ വരുന്നു, അവരുമായിട്ട് ഇങ്ങനെയുള്ള കുശലങ്ങൾ സംസാരിക്കും, കാലം കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന കാലിനോട് എന്ന് ചോദിച്ചാൽ പോത്തിന് ഈസ്റ്ററിന് വെട്ടാൻ ഇവനെ അടിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഒരു സ്കിറ്റ് കാണുമ്പോൾ നമുക്ക് ചില സ്കിറ്റിൻ്റെ അത് ചിരിക്കാൻ കുറവാണെങ്കിലും പക്ഷെ അത് കാണാൻ ഭയങ്കര രസമായിരിക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിലെ സെറ്റും ആ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരു അഴകുണ്ടായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ നമുക്ക് ആത്മാക്കളുടെ മാർക്സ് കൊടുക്കാം. ഷാജൻ ചേട്ടാ. ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ. ഓക്കെ. നസീർക്ക. ഞാനൊരു 12,000 രൂപ കൊടുക്കുക. ടോട്ടൽ 22,000 രൂപ. ഓക്കെ. ഇവർക്ക് ഇവിടെ വലിയ ചെലവില്ലാത്തതുകൊണ്ട് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാവുന്നതാണ്. ടോട്ടൽ എമൗണ്ട്. അതാ ടോട്ടൽ എമൗണ്ട്. 10,000 രൂപ. അടിപൊളി. അപ്പം ഇതേപോലെ ഉഷാറ് ഐറ്റങ്ങളുമായിട്ട് വാ. അപ്പൊ ഡിങ്ക ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ. വിഷ്ണുണ്ട്, പ്രജിത്തുണ്ട്, റിജി തിരുവല്ല ചേട്ടനുണ്ട്. അപ്പൊ 3 പേർക്ക് സ്വാഗതം. Token number 3 counter 1 counter 2 counter. അത് കൊള്ളാം. ഉള്ള കൗണ്ടർ മുഴുവൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ അടുത്തിട്ട് കൗണ്ടർ അടിക്കും. അമ്മച്ചി എന്നാ അമ്മച്ചി? എടാ ചാച്ചൻ എങ്ങോട്ടുണ്ട്? ഡോക്ടർ പറയുന്നതേ ചാച്ചൻ 1-2 ദിവസത്തിനുള്ളിലേ ഡിസ്ചാർജ് ആകുമെന്നാ. അയ്യോ പോയേ, ഇത് എനിക്കാരുണ്ട്. അമ്മച്ചി ഡിസ്ചാർജ് എന്ന് വെച്ചാലേ അസുഖം ഭേദമായി 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരുമെന്നാ. അയ്യോ എന്റെ ഉള്ള തട്ടാറ്റോടെ കളഞ്ഞേ. അമ്മച്ചി ചാച്ചൻ പറഞ്ഞപ്പോ കേൾക്കത്തില്ല, ഭയങ്കര വലിയോട് വലിയാന്ന്. നീ അടുത്തല്ലേടാ നിനക്കിരിക്കുന്നേ. ഞാൻ വീട് മേടിച്ച് കൊടുത്ത് കളഞ്ഞാ പോരായിരുന്നോ? അയ്യോ, അത് വീട് വലിക്കുന്ന കാര്യമല്ല, കൂർക്കം വലിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്ത് വലിച്ചാലും അവസാനം പുക കാണാതിരുന്നാ മതി. ശരി. മിണ്ടായിരുന്നോ കേട്ടോ, അല്ലെങ്കിൽ വായിക്കാത്ത ഞാൻ തുണി കുത്തി കയറ്റും. പറഞ്ഞേക്കാം. കണ്ടോ, നല്ല മരുന്നിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു വാക്ക്. അതെ. താനാരാ? തന്നാരയോ? അല്ല, ഇത് തരാനാ. എന്തുവാ? ചീട്ടൻ. ബാബു 72. എന്റെ ചാച്ചനാണ്. ആണോ? ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴേ. അങ്ങോട്ട് പോകാനാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്. അല്ലേ? അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു 150 രൂപ കൊടുക്കണം. അതാ ലാഭ്. കൊള്ളാം. അതെന്തോ ലാഭം?
എന്റെ ഇരിക്കുന്ന 150 രൂപ ഞാൻ അവിടെ കൊടുത്തു കഴിയുമ്പോ എനിക്ക് അത് നഷ്ടമല്ലേ? അതല്ല പറഞ്ഞത്, പിന്നെ അതാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ചീട്ടായിതെന്ന്. ആ അങ്ങനായിരുന്നു. കൂടാരാ? കൂടാരോന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ ഷെഡ്. വീടിന്റെ പണി നടക്കുമല്ലേ, അതുകൊണ്ടാ. തന്റെ വീടിന്റെ കാര്യമല്ലേ ചോദിച്ചത്? പിന്നെ അച്ഛന്റെ കൂടെ ആരാ ഇരിക്കുന്നതാ ചോദിച്ചത്? ചാച്ചന്റെ കൂടെ അപ്പുറത്തെ ബെഡിലെ ചേച്ചിയായിരിക്കുന്നത്. താൻ എന്തേലും വന്നതാ? ഞാൻ കൂടെ ഇരിക്കാൻ വന്നതാ. ആണോ? എന്തായിരുന്നു അസുഖം? അങ്ങനെ പറയാനായിട്ട് നമ്മുടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്തോ വട്ടച്ചൊറിയോ? അല്ലല്ലല്ല, ഇവിടെ ഇങ്ങനെ അപ്പന്മാർക്ക് വരുന്ന രോഗം ഉണ്ടല്ലോ, അപ്പൻഡീസ്. ആ അപ്പൻഡീസ്. അയ്യോ, ക്യാൻസർ ചെയ്തപ്പോഴാ മനസ്സിലായത്. സ്കാൻ ചെയ്തപ്പോഴാ അച്ചാച്ചന്റെ ഒക്കെ വയറ്റില് ഈ വലുപ്പത്തിൽ ഒരു മഴ. ആ പക്ഷെ ഇതിന് 2 പേരല്ലേ. എന്തുവാ? വയറ്റിനകത്ത് കിടക്കുമ്പോഴാണ് അപ്പൻഡീസ്, പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും സക്സസ്. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു സക്സസ് ആണ്. എടാ, അത് ഓപ്പറേഷൻ വിജയിച്ചെന്ന് പറഞ്ഞതാ. അതാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോ ബാബു എന്തോ പറയുന്നത്? ഓ, അച്ഛനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താ? ചാച്ചന്റെ വായിലേ പഴവാ. അതെന്നാ? ആ ഡോക്ടർ പറഞ്ഞു പഴം ഇഷ്ടം പോലെ കഴിക്കണമെന്ന്. ആണോ? ആ ഏത് വാർഡിലാ? ആ പുളിക്കീട് 2ാം വാർഡ്. അങ്ങനെ ഒരു വാർഡ് ഇവിടെ ഇല്ലല്ലോ. അയ്യോ, അത് ഞങ്ങളുടെ വാർഡാ. എന്താ ചോദിച്ചേ? അതെ, പഞ്ചായത്തിൽ നിന്ന് ഒരു ലോൺ ഉണ്ട്, അത് പറയാനായിരുന്നു. ആണോ? അല്ല, നിങ്ങളുടെ അച്ഛൻ ഏത് വാർഡിലാ കിടക്കുന്ന ചോദിച്ചത്? അയ്യോ, 5-6 വാർഡിലാ. 5-6 വാർഡ്? അല്ല, 5-6 വാർഡിൽ. ആണോ? തീറ്റി എടുത്തായിരുന്നോ? പിന്നെ 2 വട ഒരു ചായം കയറ്റിയതാ. തീറ്റി എടുത്തായിരുന്നോന്നല്ലേ ചോദിച്ചേ? പിന്നെ തീറ്റി ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? ആ അതൊക്കെ വാർഡ് വെച്ച് എടുത്തായിരുന്നോ? പിന്നെ നിങ്ങളുടെ അച്ഛനെ ഒരു പാരസെറ്റമോൾ കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാച്ചനോ? സത്യമാണോ പറയുന്നത്? നിങ്ങളോട് ഞാനിതിന്റെ കള്ളം പറയുന്നത്? പണ്ട് എനിക്ക് പന്നക്കളവന് സംശയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ആശുപത്രിയിൽ നിന്ന് അവസാനം ഒരു ബില്ല് തരുമല്ലോ, അത് ആ മോളെ കൊണ്ട് ഞാൻ മുഴുവൻ കുഴച്ച് കൊടുപ്പിക്കും. ഏത് മോള്? പാരസിറ്റമോള്. അത് കഴിക്കുന്ന ഗുളിയുടെ പേരാണ് പാരസെറ്റമോള്. ആണോ? നിങ്ങളുടെ നമ്പർ എന്തോ പറഞ്ഞേ? 8921545016. ഭയങ്കര സ്പീഡാണല്ലോ. എനിക്ക് എന്റെ നമ്പർ ഭയങ്കര സ്പീഡാ. ഈ നമ്പർ മേടിച്ചതേ രാത്രി എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിൽ വിളിക്കാൻ വേണ്ടിയാ. എന്നാ 12 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. അതെന്തിനാ? എന്റെ പെണ്ണുമ്പോൾ അപ്പോഴേ കടന്ന് ഉറങ്ങത്തുള്ളൂ. അയ്യ, അതിനൊന്നും അല്ല. നിങ്ങളുടെ അച്ഛന് രാത്രി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിന് വിളിക്കാനാ. ഞാനത് ഒരു റൗണ്ട്സിന് പോയിട്ട് വരട്ടെ. റൗണ്ട്സിന് പോലെ ഇവരെന്നെ മരണക്കട ഒരു ബൈക്ക് ഓടിച്ചു വേണം. അയ്യോ ഡോക്ടർ. ഗുണസ്തേ. എപ്പോ വന്നായിരുന്നു? ഞാൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. സമയം എന്തായി? 9:35. ഈ വയറ്റിലല്ലോ ബ്ലോക്കേ? ഒരു പരം കഴിച്ചാൽ മാറാവുന്നതല്ലേ ഉള്ളൂ. അതെന്തുവാ വയറ്റിലെ ബ്ലോക്ക്? അതല്ലെന്ന്. പിന്നെ വയറ്റിലെ വണ്ടി തിരക്കാരന് താമസിച്ചത്. അതാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് എവിടായിരുന്നു? കുറച്ചാള് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചാള് കോട്ടയത്തുണ്ടായിരുന്നു. അവിടെ ഒന്നും ശരിയാകാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇത് 2 മണിക്കൂറത്തെ കേസ് കേട്ടേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ തീർത്ത് തരാം. 2 മണിക്കൂറേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ എല്ലാരും പറഞ്ഞു കേട്ടോ. പറഞ്ഞോ? പറഞ്ഞു. എന്നെ തിരക്ക് ശരിക്കും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ടച്ച് ചെയ്ത കാര്യം തീർന്നു. ആണ്. പിന്നല്ലാതെ അതൊക്കെയാണല്ലോ ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മറ്റും കിട്ടത്തും ഇല്ലല്ലോ. ഇത് പിടിച്ചേ. ഇതെന്തുവാ? 120 പേപ്പറാണ്. ആദ്യം ഈ കസേര പേപ്പർ മേടിച്ചിട്ട് അതിന് പ്രൈമർ അടിക്കണം. ഞാനോ? പിന്നല്ല ആര്? പേപ്പർ മേടിക്കാതെ പ്രൈമർ അടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പെയിന്റർ ആയിരുന്നു. അപ്പൊ ഡോക്ടർ? താനോ? താൻ എവിടുത്തെ ഡോക്ടറാ? ഒരു ലുക്കും ഇല്ലാത്ത തന്നെ കയറി എനിക്ക് ഡോക്ടറായിട്ട് വിചാരിക്കാങ്കിലേ എന്നെ തനിക്ക് ഡോക്ടറായിട്ട് അംഗീകരിക്കാം കേട്ടാ. അതെ, നിങ്ങൾ ഈ പെയിന്റിംഗ് പണിയൊക്കെ എങ്ങനെ മൊത്തത്തിൽ എടുത്തങ്ങ് ചെയ്യുവാണോ? പിന്നല്ലാതെ ഞാൻ പണ്ട് തൊട്ടേ പെയിന്ററാ. ആണല്ലേ? ഈ ഒരു ദിവസത്തെ പെയിന്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്? സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വരും, എന്നിട്ടൊരു കോട്ടർ അങ്ങ് അടിക്കും. കോട്ടറോ? അല്ലല്ല, ഒരു പെയിന്റ് മുക്കി ആദ്യം ഒരു കോട്ടടിക്കും, അങ്ങനെ പിന്നെ രണ്ടാമത് ഒരു കോട്ടടിക്കും, അങ്ങനെ ഫിനിഷ് ആക്കും. എന്തായാലും ഞാൻ പോയി മരുന്ന് മേടിച്ചോണ്ട് വരാം. അപ്പൊ പിന്നെ ഇവിടെ പെയിന്റ് അടിക്കാൻ അങ്ങ് തകർക്ക് കേട്ടാ. പള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമിഴിയെ കാതിൽ മെല്ലെ നീ ചൊല്ലുമോ. ഇത്ര ചൊല്ലിയാ മതിയോ? അയ്യോ, ഇത് ചില്ലക്ഷരം മൊത്തം ഉണ്ടല്ലോ. ഇതെവിടുന്ന പുതിയൊരു അക്ഷരം കൂടെ. ഇന്നലെ ഒരാൾക്ക് ഇഞ്ചക്ഷൻ മാറിക്കൊടുത്ത് അവിടുന്ന് കിട്ടിയതാ. എന്നാലും ഇത് ഭയങ്കര പവർ തന്നെ ഇത്. നീ വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. കൈവിട്ട മനുഷ്യ, എന്താ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. എടി, നിന്റെ ഭർത്താവില്ലേ? ഞാന് ഭർത്താവൊക്കെ അങ്ങ് വീട്ടില്. അപ്പൊ നിനക്ക് വേറെ ഭർത്താവുണ്ട്? അതല്ലെന്ന്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്കാർക്കും പണി കൊടുക്കരുത് സൂപ്രണ്ട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടും ഭാര്യയും ഭർത്താവും ഇവിടെ ആരും അറിയരുത്. അതുപോലെ തന്നെയല്ലേ വീട്ടിലും? അല്ല, അങ്ങനെ തന്നെ നിൽക്കാൻ ഞാൻ ഇവിടെ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, എന്നാ ഞങ്ങൾ പോവാണ്. ആരും അറിയരുത് കേട്ടോ. എന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിക്കണ്ടായി. എന്നോട് മിണ്ടാൻ പോലും വന്നേക്കരുത്. ഓ, ഇടയ്ക്ക് വിളിക്കുന്നതിന് എന്തോ കുഴപ്പം? ഓക്കെ, എന്നാ ശരി. എന്നാ പണിയായി കാണിക്കുന്നത്? കസേരയ്ക്ക് പ്രൈമർ അടിക്കുന്ന കുഴപ്പമാണോ? അതല്ല, ആ സിസ്റ്ററോട് താൻ എന്തോ പറഞ്ഞത്? അത് പരിചയമുള്ള. പരിചയപ്പെടാനൊന്നും നിൽക്കണ്ട. അതെന്നാ? അവിടെ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ആര്? ഞാന്. താനാരാ? കാമുകൻ. അത് തനിക്ക് അവളെ അറിയോ? അവളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പ്രകടനത്തിലായത്. എടോ, അവരുടെ വീട്ടുകാരറിഞ്ഞാണ്ടല്ലോ ഭയങ്കര പ്രശ്നമാ.
അതിന് താനെന്തിനാ ഭീമന്റെ കൂന്റെ ഫിഗർ പിടിക്കുന്നത്? തനിക്കറിയാം അങ്ങനെ 6-7 അടി പൊക്കമുണ്ട്. ഒറ്റയടിക്ക് അവന്റെ 7 അടി പൊക്കം, ഞാൻ 1.5 അടി പൊക്കം കുറച്ചങ്ങളെ കേട്ടോ. പക്ഷെ എന്നാൽ ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ചാറ്റ് ചെയ്യും. ആണോ? ആ പിന്നെ ഒന്നും വേണ്ട, എനിക്ക് വിശ്വാസം വരുന്ന രീതി ഞാൻ പറയാം. അപ്പൊ അവൾ ഇതിലേ വരും, എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കും. കാണോ? അത് ചുമ്മാരി കാണോ? എനിക്ക് കാണണം. കാണോ? വെച്ച് നോക്കുന്നു. വെച്ച് ഓക്കെ ആണല്ലോ? അങ്ങനെയാണോ? എനിക്കൊന്നും അറിയണല്ലോ. ഓക്കെ ഓക്കെ. നീ ഇവിടെ ഇങ്ങനെ പഴം പോലെ നിന്നാലേ നിനക്കത് കാണാൻ പറ്റുമോ? ഇല്ല. എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കണം, എന്നല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കൊന്ന് കാണാം. ഒന്ന് കാണിക്കാം. ദൈവമേ, അവള് വരണേ. അവള് വരല്ലേ ദൈവമേ. പെട്ടെന്ന് വരണേ. വരല്ലേ. അയ്യോ ദാ വരുന്നേ. അയ്യോ സിസ്റ്റർ, എന്റെ കണ്ണിൽ കരണ്ട് പോയി. ഈ കണ്ണ് കരണ്ട് പോയി. ഈ കണ്ണില് അയ്യോ. അപ്പൊ നീ എന്നെ വഞ്ചിക്കാറില്ലടി? നീ എന്തിനാണ് എന്റെ പെണ്ണിനെ തല്ലുന്നത്? അയാൾ എന്റെ കെട്ടിയനാ. അപ്പൊ 2 പേരും കൂടെ ഭാര്യ ഭർത്താവ് കൂടെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? വഞ്ചകി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നാണമില്ലാതെ നിൽക്കുന്നത്? എനിക്ക് മര്യാദക്ക് ആ ചാച്ചന്റെ ഡിസ്ചാർജ് ചെയ്താ എനിക്ക് ചാച്ചനെ കൊണ്ട് വീട്ടിൽ പോകണം. നിങ്ങളുടെ ചാച്ചൻ ഡിസ്ചാർജ് മേടിച്ചോണ്ട് പോയല്ലോ. ആരുടെ കൂടെ? അപ്പുറത്തെ ബെഞ്ചിൽ ചേച്ചിയുടെ കൂടെ. ചാച്ചാ നല്ലൊരു കൈഡി, അടിപൊളി സ്കിറ്റായിരുന്നു ഷാജോൻ ചേട്ടാ. വിഷ്ണു, റജി, പ്രജിത്തെ, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു. വിഷ്ണു, എന്താ ഇത്ര ടെൻഷൻ? അതെ, അവനൊരു ചെറിയ പനിയുടെ ഇതുണ്ടായിരുന്നു. അപ്പൊ അതില് വന്നപ്പോഴത്തേക്കിന് ആൾക്ക് തണുപ്പ് അടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതായിപ്പോയി. ആണോ? നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞതുപോലെ നല്ലൊരു പ്ലോട്ടാണ് നിങ്ങൾ എടുത്തിട്ട് വന്നത്. നമ്മൾ ഈ ആശുപത്രി ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഈ പറയുന്നത് പോലെ ഈ ജോലിക്ക് വരുന്ന ഒരു സ്റ്റാഫ് അവിടുത്തെ നേഴ്സിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നു, അവിടെ വരുന്ന രോഗിയായിട്ട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അത് നല്ലൊരു ഒരു സബ്ജക്റ്റായിരുന്നു നിങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ പെർഫോം ചെയ്തപ്പം റജി ഒഴിച്ച് ബാക്കി 2 പേരും, പ്രജിത്താണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഇന്ന് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി അല്ലേ? സാധാരണ വിഷ്ണുവിന് അങ്ങനെ ഉണ്ടാവാറില്ലാത്ത ഒരാൾ, ഏറ്റവും കൂളായിട്ട് സ്കിറ്റ് ചെയ്യുന്ന ആളാണ് വിഷ്ണു. പക്ഷേ വിഷ്ണുവിനാണ് ഇന്ന് കുറേ തവണ തെറ്റിയത്. കാരണം നമ്മളിവിടെ മാർക്ക് കുറഞ്ഞു കഴിയുമ്പോഴേ പ്രേക്ഷകർക്കൊരു സംശയമുണ്ട്, ഇതെന്താണ് ഇവർ മാർക്ക് കുറയ്ക്കുന്നത്, മനഃപൂർവ്വമാണോ മാർക്ക് കുറയ്ക്കുന്നതൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അവരിവിടെ നടക്കുന്നതല്ലല്ലോ അവർ കാണുന്നത്, അവർ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തൊരു വേർഷനാണ് കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സിൻ്റെ ആണ്. പക്ഷേ ഒരു പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ വരുമ്പോൾ നന്നായിട്ട് പ്രേക്ഷകർക്ക് തോന്നുകയും ചെയ്യും കേട്ടോ. അത് പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. വിഷ്ണു ഒന്ന് ചിരിച്ചേ. നല്ല ചിരിയാ വിഷ്ണു. ഇതിപ്പോ പനിയുടെ അതാ പനിയുടെ. അപ്പോൾ പനിയുടെ തന്നെ ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം ആ മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ട് ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, ഈ തെറ്റ് പറ്റുക പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. അതിനെ ഓവർലാപ്പ് ചെയ്ത് നമ്മൾ പോകണം. സംഭവം ഒരു 80% റിഹേഴ്സൽ പക്കയാക്കി വെക്കുക. ബാക്കി നമുക്ക് സ്റ്റേജിൽ ചെയ്യാമെന്നുള്ളൊരു ധൈര്യവും കൂടെ വേണം. ഇത് നല്ല രീതിയിൽ കളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റായിരുന്നു. അതിനുള്ള കാര്യങ്ങളും കൗണ്ടറുകളും ഒക്കെ ഇതിലുണ്ട്. അത്യാവശ്യം നല്ല രസമുള്ള ഒരു ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഈ സ്കിറ്റിൻ്റെ നിലവാരം തന്നെ താന്നു പോകുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. വിഷ്ണു, റജി, പ്രജിത്തെ, ഈ സ്കിറ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ലെവലിൽ നിൽക്കേണ്ട ഒരു സാധനമാണ്. കാര്യം ഉഗ്രം ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇത് കളിച്ച് കയറ്റിയ ക്ലൈമാക്സിലേക്ക് കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു സാധനമാണ്. അതെ, ഷാജൻ പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് ചെയ്ത് കയറി ഒന്ന് പ്രേയറൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്താൽ പിന്നെ നമ്മുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഫ്ലൈ ആക്കാം. നിങ്ങൾ 3 ഉഗ്ഗൻ ആർട്ടിസ്റ്റുകൾ ഇവിടെ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾ അടുത്തതിൽ നന്നായിട്ട് ഇത് റിഹേഴ്സൽ ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. 3 പേർക്ക് വളരെ ബെസ്റ്റാണ്. താങ്ക് യു പ്രചോദേട്ടാ. ഈ സ്കിറ്റിന്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 7 മാർക്ക്. 7000 രൂപ. പ്രചോദേട്ടാ? ഞാൻ ഒരു 6 മാർക്ക് കൊടുക്കും. 13,000 രൂപ ആയിട്ടുണ്ട്. 13,000 ബാക്കി ടോട്ടൽ. ഡോക്ടറെ കാണാൻ മറക്കരുത് കേട്ടോ. ടോട്ടൽ എമൗണ്ട് അവിടെ 25,000 രൂപ. കുഴപ്പമില്ല, പനിയുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് അടുത്ത പ്രാവശ്യം റെഡിയാക്കിയാൽ മതി. ഹോസ്പിറ്റലിൽ ഉറപ്പായിട്ടും പോകണം കേട്ടോ. വെച്ചോണ്ടിരിക്കല് മുന്നേ ചൂടുണ്ട്. ഓക്കെ ചേട്ടാ, അടുത്ത പ്രാവശ്യം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഇത് ഐറ്റം വേറെയുടെ സമയം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതുപോലെ ഉഗ്രൻ ഐറ്റമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ.
ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.